ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് HDFC ബാങ്കിൻ്റെ പുതിയൊരു ATM കാർഡ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തമായി തന്നെ ATM കൗണ്ടറിലൂടെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നിങ്ങൾ HDFC ബാങ്കിൻ്റെ തന്നെ ATM കൗണ്ടറിൽ പോവുക. കാരണം നമുക്ക് മറ്റൊരു ബാങ്കിൻ്റെ ATM കൗണ്ടറിലൂടെ ഇത് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പം HDFC ബാങ്കിൻ്റെ ATM കൗണ്ടറിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ATM കൗണ്ടറിൽ എത്തിയ ശേഷം നിങ്ങളുടെ കൈവശമുള്ള പുതിയ ATM കാർഡ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കൃത്യമായി തന്നെ ATM മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കാർഡ് ഇൻസേർട്ടായി ഉടൻ തന്നെ ATM മെഷീനിൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ്. അപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ 3 ലാംഗ്വേജ് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തരത്തിലൊരു സ്ക്രീനിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മെയിൻ മെനു സെറ്റ് യുവർ പിൻ. അപ്പോൾ നമ്മുടെ ATM കാർഡ് ഇതുവരെ ആക്ടിവേറ്റ് ആക്കാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻസും സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന സെറ്റ് യുവർ പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുക. അതേ തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റർ 6 ഡിജിറ്റ് OTP ടു ക്രിയേറ്റ് എ ന്യൂ ATM പിൻ. അതായത് നമുക്ക് ഈ ATM കാർഡ് ഡിസ്പാച്ച് ചെയ്ത സമയത്ത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP നമ്പർ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ OTP നമ്പർ എടുത്ത് ഇവിടെ കൃത്യമായി തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന കൺഫേം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അതേ തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റർ യുവർ 4 ഡിജിറ്റ് പിൻ. അതായത് നമ്മുടെ ATM കാർഡിന് നമ്മൾ സെറ്റ് ചെയ്യാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന 4 അക്ക പിൻ നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മറന്നു പോവില്ല എന്ന് ഉറപ്പുള്ളതും സെക്യൂറുമായിട്ടുള്ളൊരു പിൻ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം ചെയ്യുക. അതിനുശേഷം ആ പിൻ നമ്പർ തന്നെ ഒന്നുകൂടി ഒന്ന് റീ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും യു ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് യുവർ ATM പിൻ. അതായത് നമ്മുടെ പുതിയ ATM കാർഡ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ATM കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. അപ്പോൾ HDFC ബാങ്കിൻ്റെ പുതിയൊരു ATM കാർഡ് എങ്ങനെ നമുക്ക് സ്വന്തമായി ആക്ടിവേറ്റ് ചെയ്യാമെന്ന ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.